ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആനുവൽ എക്സാമിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടുകാർ പോയി കാണുക, നന്നായിട്ട് റെഫർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, റെഡിയാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കത്ത് തയ്യാറാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രദേശത്തുള്ള ജലാശയങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചുകൊണ്ട് പത്രാധിപർക്ക് ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് 1-2 പേപ്പേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കത്ത് എഴുതുമ്പോൾ സ്ഥലം, തീയതി, പ്രേഷിതൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അഡ്രസ്സ് കൊടുക്കാം. സ്വീകർത്താവ്, ആർക്കാണോ എഴുതുന്നത് അവരെയാണ് നമ്മൾ സ്വീകർത്താവ് എന്ന് പറയുന്നത്. ഓക്കെ, പത്രാധിപൻ മലയാള മനോരമ, കൊച്ചി. വിഷയം എന്താണ്? ഇവിടെ ജലാശയ മലിനീകരണമാണ്. സർ, ആറ്റിറമ്പ് ഗ്രാമത്തിലെ ഒരു താമസക്കാരനാണ് ഞാൻ. എൻ്റെ തൊട്ടടുത്തുള്ള ജലാശയത്തിലെ മലിനീകരണത്തെക്കുറിച്ച് അറിയിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഒരുപാട് ജലജീവികൾ വസിക്കുന്ന ഈ ജലാശയത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. മാത്രമല്ല, ഗാർഹിക ആവശ്യങ്ങൾക്കും ഈ പുഴയിൽ നിന്ന് ജലം എടുക്കാറുണ്ട്. ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങളും കോഴി മാലിന്യങ്ങൾ തുടങ്ങിയവയും പശുക്കൾ, വണ്ടികൾ എന്നിവ കഴുകുന്നതുകൊണ്ടും ജലം മലിനമായി കൊണ്ടിരിക്കുന്നു. മത്സ്യസമ്പത്ത് എല്ലാം മരിച്ചു വീഴുന്നു. പായലും പൂപ്പലും മുഴുവനായും പിടിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യം വളരെ ദയനീയമാണ്. ഇതെല്ലാം ജനശ്രദ്ധ നേടിയെടുക്കാൻ താങ്കൾക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നു. ജനങ്ങളെ ബോധവൽക്കരിക്കണം, അതിലൂടെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പേര്. ഓക്കെ, അപ്പോൾ പത്രാധിപർക്കാണ്. അപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്ത കൊടുക്കാനൊക്കെയാണ് നമ്മൾ കത്തെഴുതേണ്ടത്. ഇനി പ്രവർത്തനം 2, അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ഐക്യമത്യം മഹാബലം എന്ന പഴഞ്ചൊല്ലിനെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു പഴഞ്ചൊല്ല് വരാം, അല്ലെങ്കിൽ എന്താണ്, എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സന്ദേശം നൽകുന്ന വേറെ ഏതെങ്കിലും പഴഞ്ചൊല്ലും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഒന്നിച്ചു നിന്നാൽ ഏത് പ്രതിസന്ധിയെയും അനായാസം മറികടക്കാമെന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിതയിൽ നമുക്ക് ഈ ഒരു ആശയത്തെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രളയം എന്ന മഹാമാരി കേരളക്കരയെ വിഴുങ്ങിത്തിന്നാൻ വന്നപ്പോൾ എല്ലാവരും ജാതിമത ഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിട്ടു. മാത്രമല്ല, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് നൃത്തവും പാട്ടുകളും ആശ്വാസമേകി. ഐക്യതയോടെ നിന്നാൽ ഏതൊരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയില്ല. ഒരേ മനസ്സോടെ കൈകോർത്ത് നിന്ന് കേരളം കണ്ട വലിയ പ്രളയത്തെ മറികടന്നതുപോലെ ഒറ്റക്കെട്ടായി നിന്നാൽ ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാനും തോൽപ്പിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ ഈ ഒരു ആശയമായിരിക്കണം നിങ്ങൾ അവിടെ എഴുതേണ്ടത്. മൂന്നാമത്തത്, കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അവസാനത്തെ ഇല എന്ന കഥയിലെ ബർമാൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യമാണ്. അപ്പോൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവരുടെ പേര് നമ്മൾ ആ ഒരു കഥാപാത്ര നിരൂപണത്തിൻ്റെ തലക്കെട്ടായിട്ട്, ഹെഡിങ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ബർമാൻ എന്ന് തന്നെ കൊടുക്കാം. 60 വയസ്സ് കഴിഞ്ഞിരുന്ന ഒരു വിരൂപനായ വൃദ്ധനായിരുന്നു ബർമാൻ. ഒരു കുട്ടിപ്പിശാചിൻ്റെ ദേഹവും മനുഷ്യാകൃതിയും ആടിൻ്റെ ശരീരകഷ്ണങ്ങളും മൈക്കലാഞ്ചലോയുടെ മോസിസിൻ്റെ മാതിരി ചുരുണ്ട താടി മീശയൊക്കെയായി ഒരു വൃദ്ധൻ. ചിത്രകലയിൽ ബർമാൻ ഒരു പരാജയമായിരുന്നു. 40 വർഷം ബ്രഷ് പിടിച്ചിട്ടും കലാദേവതയുടെ വസ്ത്രാഞ്ചലത്തിൽ തൊടാൻ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും ഒരു മാസ്റ്റർ പീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഒരിക്കലും അത് തുടങ്ങാൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല. ഉപജീവനത്തിനായി മോഡലായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അവസാനം ജോൺസിക്കു വേണ്ടി തൻ്റെ മാസ്റ്റർ പീസായ അവസാന ഇല രാത്രി മുഴുവൻ മഞ്ഞിൽ കുതിർന്നു അദ്ദേഹം വരച്ചു. ഇതിലൂടെ ജോൺസിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ബർമാനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മൾ എഴുതിയത്. ചിലപ്പോൾ ജോൺസിയെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്യൂവിനെ കുറിച്ചിട്ടായിരിക്കാം. ഏതായാലും നിങ്ങൾ അവരെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്, എങ്ങനെയാണ് അവരുടെ സ്വഭാവം, എങ്ങനെയാണ് കാണാനുള്ള രൂപം എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി പ്രവർത്തനം 4, വിശകലന കുറിപ്പാണ്. പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഇന്ന് നമുക്ക് ചുറ്റും. ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കിയും വലിയ പ്രശ്നങ്ങളിൽ ചെറുതാക്കിയും ഇന്ന് കാണിക്കുന്നുണ്ട്. സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ എങ്ങനെയെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ്, കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്നുള്ള പാഠഭാഗത്തിൽ ഇതൊക്കെ നമ്മളല്ലേ, ചെറിയൊരു പ്രശ്നം, ഒരു പൂച്ച വീണ പ്രശ്നം എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ നിങ്ങൾക്കിത് എഴുതാം.
ഇന്നത്തെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ കൂമ്പാരമാണ്. ഓരോ പ്രശ്നങ്ങൾ കഴിയുന്തോറും അടുത്ത പ്രശ്നങ്ങൾ വഴിയെ വന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ പ്രശ്നങ്ങളെ വലിയ രീതിയിൽ കാണിച്ച് ജനശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നവരും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് പ്രശ്നരഹിതമായ അന്തരീക്ഷം ആവശ്യമാണ്. വ്യത്യസ്ത സാമൂഹിക ജീവിതത്തിൽ കഴിയുന്ന ഫാത്തിമ തുരുത്ത് എന്ന ഭാവനാത്മകമായ ഒരു സമൂഹത്തിൻ്റെ കഥ നമ്മൾ പഠിച്ചു. അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അവിടുത്തെ യാതനകളും രോദനകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുരീപ്പുഴ ശ്രീകുമാർ എന്ന കവി നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ച് വർണ്ണിക്കുന്ന ആദ്യ ഭാഗവും വളരെ മനോഹരമായി ദൃശ്യങ്ങളും മനുഷ്യർ തമ്മിലുള്ള സ്നേഹം കൊണ്ട് ഔഷധമായി മാറുന്ന വികാരഭരിതമായ നിമിഷങ്ങളും അതിലൂടെ കാണിച്ചു തരുന്നു. ഗോത്ര കവിതയിലൂടെ കാടിൻ്റെ മഹത്വവും അതിൻ്റെ തനതായ സവിശേഷതകളും കാട് ആരതി എന്ന കവിതയിലൂടെ നമ്മൾ പഠിച്ചു. അവിടെ കാർഡ് ആരതി എന്നാണ്, കാട് ആരതി എന്ന് നിങ്ങൾ വായിക്കാം. സാമൂഹ്യബോധം വളർത്തുന്ന ആശയങ്ങളും സന്ദേശങ്ങളും അത് നമുക്ക് നൽകുന്നു. സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരുടെയും പ്രശ്നമാണെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ നേരിടാനുള്ള മഹത്തായ സന്ദേശം നൽകുന്ന കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാമെന്ന പാഠഭാഗവും നമ്മെ പഠിപ്പിക്കുന്നു. സമകാലിക വിഷയങ്ങൾ പരസ്പരം ഒത്തൊരുമയോടെയും ഒറ്റക്കെട്ടായി നിന്ന് നേരിട്ട് അനായാസം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് സന്ദേശമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലായത്. അത്തരത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളെയും നമ്മൾ നേരിടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് ഇതെങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം, എങ്ങനെയൊക്കെ നേരിടാം എന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇന്ന് നമുക്കറിയാം എന്താണ് കാടിൻ്റെ ശോചനീയാവസ്ഥയെ കുറിച്ചിട്ട് കാട് ആരതി എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പ്രവർത്തനം 5 ചോദ്യാവലികൾ. ചിങ്ങം 1 കർഷക ദിനം. കേരള സംസ്ഥാന കർഷക അവാർഡ് ജേതാവായ മോഹൻ കുമാറുമായി അഭിമുഖം നടത്താൻ അവസരം കിട്ടിയാൽ എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും? ചുരുങ്ങിയത് 5 ചോദ്യമെങ്കിലും തയ്യാറാക്കുക. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നതും ഈ കർഷകരുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്നതും നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. 1 കൃഷിയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതെല്ലാം? കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാം? കൃഷി തുടർന്നു കൊണ്ടുപോകാൻ എന്തെല്ലാം സഹായങ്ങളാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? വിളകൾ എവിടെയാണ് വിൽക്കുന്നത്? വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? പുതുതലമുറയിലെ കർഷകർക്കും കൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്കും നൽകാനുള്ള സന്ദേശം എന്ത്? നിങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നു? ഇപ്പോൾ 6 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. 1 കത്തെഴുതുക, മറ്റൊന്ന് കുറിപ്പ് തയ്യാറാക്കുക, വിശകലന കുറിപ്പ് എഴുതുക, അല്ലെങ്കിൽ അഭിപ്രായ കുറിപ്പ് എഴുതുക, കൂടാതെ പ്രസംഗം തയ്യാറാക്കുക, ചോദ്യാവലി തയ്യാറാക്കുക, കഥാപാത്ര നിരൂപണം എഴുതുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം എന്താണ്, കോംപ്രിഹെൻഷൻ അല്ലേ, വായിക്കാം എഴുതാം എന്നതായിരിക്കും. ഒരു പാരഗ്രാഫ് തന്നിട്ടോ അല്ലെങ്കിൽ ഒരു കവിത തന്നിട്ടോ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിരിക്കും. അപ്പോൾ അത് കൂട്ടുകാർ തന്നിട്ടതിൽ എന്താണോ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് വായിച്ച് വീണ്ടും സംശയമുണ്ടെങ്കിൽ പാരഗ്രാഫ് വീണ്ടും വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, മാർക്ക് അതിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് തന്നെ അതിന് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.